ഈ ലുക്ക് കണ്ടു കണ്ട് മടുത്തില്ലേ? ഇതൊന്ന് മാറ്റി പിടിച്ചാലും നമുക്ക്. അതിനുവേണ്ടി പോകുന്ന പോക്കാട്ടോ ഇത്. പോകുന്ന വഴി ചെരുപ്പ് കണ്ടപ്പോ അനിയൻ ചെരുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യം ഇറങ്ങിട്ടോ. മാത്തിന് ഇവിടെ നല്ല പരിചയം ഉണ്ടെന്നാ തോന്നുന്നു. ഷോപ്പിലെത്തിയത് അവന് ഓടിപ്പോയിട്ട് ഈ ഐറ്റം കൈപ്പിടിച്ചിരുന്നു കേട്ടോ. ഇറങ്ങാൻ നേരമായപ്പോ ഞാനും അവനും തമ്മിൽ ഒരു മൽപ്പിടുത്തുണ്ടായി. അങ്ങനെ അതിനെ പിടിച്ചിട്ട് വേഗം വണ്ടി കയറ്റി. മുടി വെട്ടാൻ എവിടെ പോകുന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നല്ലൊരു പാർലർ തപ്പാൻ വേണ്ടി പറഞ്ഞപ്പോ അനു എടുത്ത് തന്നതോ ഈ വേഫർ റോളാണ്. എന്നാൽ ഇത് കഴിച്ചിട്ട് അവ അടുത്ത സച്ചിൻ വിചാരിച്ച് നോക്കുമ്പോഴാണ് അവൾ അടുത്ത സാധനം എടുത്ത് തന്നത്. വേറെ ഒന്നല്ല, ഇന്നലെ ബീച്ചിൽ പോയപ്പോ ഉണ്ടായിരുന്ന കടല. എന്നാ പിന്നെ ഇതും കൂടെ കഴിച്ചിട്ടാവാൻ ബാക്കി പരിപാടിയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോ മാത്തനും അത് വേണം. പിന്നെ കുഞ്ഞു പീസായിട്ട് അവനും കൊടുത്തു. കടല വേണ്ടി ചവച്ചവച്ചപ്പേക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടോ. യാതൊരു പ്രതീക്ഷയും യാതൊരു അറിവും ഈ ഷോപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തു പോയി. അവിടെ ചെന്നത് ആദ്യം ഹെയർ വാഷ് ചെയ്യാണ് ചെയ്തത്. ഇത് കണ്ടതും മാത്തിന് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. തലയിൽ മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. നമ്മൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ മഞ്ചേരിയിലെ കട്ട്മേറ്റിലാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. മാത്തന്റെ ടൂൾസ് ഒക്കെ ആയിട്ടാട്ടോ വന്നത്. മൂപ്പര് ഏതായാലും എല്ലാം നോക്കി നന്നായി പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഹെയർ കട്ട് ചെയ്യാൻ അവനെ ഏൽപ്പിച്ചാൽ മതിയാവും. ചുമ്മാ പറഞ്ഞതാട്ടോ. ഞാൻ വിചാരിച്ചത് ഇത് 1.5 മണിക്കൂറിന്റെ ഒരു പ്രോസസ് ആയിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ എത്തിയത് അവര് വേഗം പിടിച്ച് ഈ കസേരയിലോട്ട് ഇരുത്തട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരാൾക്കിനെ കൈമാറി. ആ ഇടം വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താ അവിടെ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ മുടി മൊത്തം പിടിച്ചിട്ട് അറിഞ്ഞു കുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വെട്ടുന്ന കണ്ടു. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വരാൻ ചെയ്തു, ഇരിക്കും ചെയ്തു. ഇനി അറിഞ്ഞ് ഓടാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഇതിലാട്ടോ ഇരുന്നത്. പക്ഷെ ഫൈനൽ ലുക്ക് അതൊരു രക്ഷയില്ലാട്ടോ. ഇതിപ്പോ ഞാൻ തന്നെയാണോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാട്ടോ എനിക്ക് ശ്വാസം വീണത്. അതെന്റെ മുഖത്ത് ചിരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത്രയ്ക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഈ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെ ചെന്നിട്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയോണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇത്ര ഹാപ്പി. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് ഇത്രയ്ക്ക് മാറ്റി തന്ന ആ ഏട്ടന് കുറെ നന്ദി പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. മുടി വെട്ടിയ സ്ഥിതിക്ക് ഇനി കുറച്ച് ഷോം കൂടെ ആവാല്ലേ. എന്റെ ഈ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.